السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. മുസ്ലിം ലോകത്തെ ശിർക്കിന്റെ ചാപ്പ കുത്താൻ വേണ്ടി ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകി മഹാത്മാക്കളോട് സഹായം തേടുന്ന ലോകത്തെ മുഖ്യധാര വിശ്വാസികളെ മുഴുവനും ശിർക്കിലേക്ക് തള്ളാൻ വേണ്ടിയും പലപ്പോഴായി വഹാബികൾ ശ്രമിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടി പല ഉദ്ധരണികളെയും അവർ ദുരുപയോഗം ചെയ്തതും നമുക്ക് ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാൻ കഴിയും. അതിന്റെ ഭാഗമായാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെയും ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെയും ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി വേങ്ങരയിൽ വെച്ചുകൊണ്ട് ഫൈസൽ മൗലവി ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രമം വിഫല ശ്രമമായിരുന്നു എന്നും ഒരിക്കലും തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെയോ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെയോ ഒരു ഉദ്ധരണിയിലും അവർക്ക് തെളിവില്ല എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള അബദ്ധ ജടിലമായ വാദങ്ങൾ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞകാല മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച സംഭവ വികാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇസ്തിഗാസ ചെയ്ത ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ കാണപ്പെടുമ്പോൾ അതെല്ലാം തള്ളാനും അതെല്ലാം ദുർവ്യാഖ്യാനിക്കാനും വേണ്ടി മൗലവിമാർ പല ശ്രമങ്ങളും നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ വേങ്ങരയിൽ പല സംഭവങ്ങളെയും അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തതായിട്ട് കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് വലിയ പ്രയാസം നേരിട്ടപ്പോൾ, ക്ഷാമം നേരിട്ട ഘട്ടത്തിൽ ഹബീബനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ ചാരത്ത് പോയിക്കൊണ്ട് സഹായം തേടിയ ഒരു വ്യക്തിയുടെ സംഭവം ധാരാളം ഇമാമിങ്ങൾ ഉദ്ധരിച്ച സംഭവമായിട്ട് നമുക്കത് കാണാൻ കഴിയും. ഒരുപാട് ഇമാമിങ്ങൾ അത് രേഖപ്പെടുത്തിയെന്ന് ചരിത്രത്താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. താരീഖുൽ കബീറിൽ അബി ഖൈസം റളിയല്ലാഹു അൻഹുവും അൽ ഇസ്തിആബിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവും താരീഖു ദിമസ്കിൽ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവും തുടങ്ങി ആ പട്ടിക നീണ്ടുപോവുകയാണ്. നൂറുകണക്കിന് ഇമാമികൾ, കൊളത്തൂർ ഉസ്താദ് വേങ്ങരയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചതുപോലെ നൂറുകണക്കിന് ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ് ജാഅ റജുലുൻ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്തേക്ക് ഒരു വ്യക്തി വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ കൊടിയ വരൾച്ച നേരിട്ട ഘട്ടത്തിൽ പരിഹാരമായി കാണുന്നത് റൗള ശരീഫിലേക്കുള്ള അദ്ദേഹത്തിന്റെ സഹായാർത്ഥനയുമായിട്ടുള്ള കടന്നു ചെല്ലലാണ്. അദ്ദേഹം ചെന്നുകൊണ്ട് യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു, ഓ ഹബീബരായ തങ്ങളെ, അങ്ങയുടെ ഉമ്മത്തിന് മഴ വർഷിപ്പിച്ചു തരാൻ വേണ്ടി അങ്ങ് അല്ലാഹു തആലയോട് ആവശ്യപ്പെടണം. ഫഇന്നഹും ഖദ് ഹലകു, അവർ പ്രയാസത്തിലാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുകയും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് മഴ ലഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൈമാറാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്ത സംഭവം, ഇത് ധാരാളം ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. എന്നാൽ ഈ സംഭവത്തെ യാതൊരു മടിയുമില്ലാതെ തള്ളുകയാണ് ഫൈസൽ മൗലവി. നാലാമത്തെ കഥ ഉമർ ഖത്താബിന്റെ കാലത്ത് ഒരാൾ മഴയ്ക്ക് വേണ്ടി തേടി എന്ന കഥയാണ്. കഥയല്ലാതെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ച ചരിത്ര സംഭവമാണ്. കേവലമായ ബാലരമയിലോ ബാലഭൂമിയിലോ കാണപ്പെടുന്ന ഐതിഹ്യങ്ങളെ പോലെ മാറ്റി നിർത്തപ്പെടേണ്ട, അതല്ലെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കപ്പെടേണ്ട കഥകളായിരുന്നില്ല. അതും തന്നെ നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായ വിവരണം നൽകി പോതാണ്. നൂറ്റാണ്ടുകളായി കൃത്യമായ വിവരണം ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നേരത്തെ ഉണർത്തിയത്. നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എണ്ണിയാൽ തീരാത്ത വിധം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അടക്കമുള്ള ആളുകൾ അന്നത്തെ ആളുകളോട് ഇതിന്റെ വസ്തുത അന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ വസ്തുത. അത് ഇബ്നു തൈമിയ്യയായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു ആശയത്തിന് അനുയോജ്യമായിട്ട് അനുകൂലമായിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കലായിരുന്നു. ഇന്ന് മൗലവി ചെയ്യുന്ന പണി അന്ന് അവരുടെ നേതാവ് ചെയ്തു. അതിന്നും തുടരുന്നുണ്ട്. നിങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇബ്നു തൈമിയ്യ എടുത്ത അതേ പണി ഇന്നും തുടരുന്നു. സുന്നികളല്ല ദുർവ്യാഖ്യാനിക്കുന്നത്. ഇബ്നു തൈമിയ്യ എന്ത് പണിയെടുത്തോ അത് ഇന്നും നിങ്ങൾ തുടരുന്നു. നിങ്ങൾ ആ കളവും അതേപടി തുടരുന്നു. കളവും ഇബ്നു തൈമിയ്യ ആവർത്തിച്ചതുപോലെ നിങ്ങൾ തുടരുന്നു. എന്നിട്ട് ഒരാൾ നബിയുടെ ഖബറിൽ വന്നുകൊണ്ട് നബിയെ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടണേ എന്ന് പറഞ്ഞു എന്നാണ് കഥയിലുള്ളത്. കഥയിലല്ല ഉള്ളത്. മഹാന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സനദ് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയ സംഭവമാണ്. കഥ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി നിങ്ങൾ തേടണം നബിയെ, ഉമ്മത്ത് നശിക്കാൻ പോവുകയാണ് വെള്ളമില്ലാതെ എന്ന് ഒരാൾ വന്ന് പറഞ്ഞു. അതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴയെ തേടി ഇത് തിരിയാതെ പോകുന്നവർ, ഇതിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്നവർ കേരളത്തിലുള്ള വഹാബികളെ ഉള്ളൂ, അതല്ലെങ്കിൽ ലോകത്തുള്ള വഹാബികളെ ഉള്ളൂ. നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി നിങ്ങൾ തേടണം നബിയെ, ഉമ്മത്ത് നശിക്കാൻ പോവുകയാണ് വെള്ളമില്ലാതെ എന്ന് ഒരാൾ വന്ന് പറഞ്ഞു. ആരാ വന്നാള്? ആരാ വന്നാള്? അല്ലാഹു അഅലം. അത് നിങ്ങൾക്ക്, അത് ലോകത്തിന് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വന്ന ആളൊന്നും അല്ലാഹു അഅലം എന്ന് പറഞ്ഞ് കയ്യൊഴേണ്ട ഒരു ഗതികേടൊന്നും ഇവിടെ ഇല്ല. ഇമാമികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ണടച്ച് ഇരുട്ടാക്കണമെങ്കിൽ, അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയുക. ഒരാൾ വന്ന് പറഞ്ഞു, ആയിക്കോട്ടെ,
ഒരാളല്ല മൗലവി, സ്വഹാബി വര്യനായ ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞത്. നമ്മളെ വിശ്വാസം സ്ഥാപിക്കാതെ മതിയോ? നമ്മളെ വിശ്വാസം സ്ഥാപിക്കാൻ അത് മതി. മഹാന്മാരായ സ്വഹാബത്ത് പിന്തുടർന്നു വന്ന മാർഗമാണ് നമ്മുടെ വിശ്വാസം. നമ്മളെ വിശ്വാസം സ്ഥാപിക്കാതെ മതിയോ? അപ്പൊ ഖുർആനും ഹദീസും തെളിവിൽ ആകപ്പോൾ എന്താ ഒരാൾ വന്ന് പറഞ്ഞു. ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. ഇപ്പൊ ഈ സംഭവത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. ഖുർആനിലും ഹദീസിലും തെളിവ് നിങ്ങൾക്ക് ധാരാളം പഠിപ്പിച്ചു തന്നതാണ്. സംവാദ വേദികളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഖണ്ഡന വേദികളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. എന്നിട്ട് പിന്നെ ഒപ്പിക്കുക, ആ വന്ന ആൾ ആരാണ്, ആ പോയ ആളാരാണ്, അത് മറ്റേ കിതാബുണ്ട്, ഈ കിതാബുണ്ട്, സംഭവം ഉദ്ധരിക്കുക. പിന്നെ ഇയാൾ മറ്റാൾ അങ്ങേപ്പുറത്തുണ്ട്, പിന്നെ ഇങ്ങേപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ചുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഒപ്പിച്ചുണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്. കിതാബുകളിൽ മഹാന്മാരായ ദീന് പഠിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഖിദ്മത്ത് ചെയ്ത മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച പച്ചയായ യാഥാർത്ഥ്യത്തെ വളച്ചുകെട്ടില്ലാതെ സമൂഹത്തോട് പറഞ്ഞു എന്നതാണ് ചെയ്തത്. സഹോദരൻ, എന്തിനാ ഇങ്ങനെയൊക്കെ കുത്തി മറിഞ്ഞ് ഒരു വിശ്വാസം സ്ഥാപിക്കേണ്ട വലിയ കാര്യമുണ്ടോ? എന്തിനാണ് സഹോദര, എന്തിനാ ഫൈസൽ മൗലവി ഇത്രയൊക്കെ കുത്തിമറിഞ്ഞ് മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം, നൂറുകണക്കിന് കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച ഒരു സംഭവം, ആ സംഭവത്തെ എതിർക്കാൻ വേണ്ടി ഇത്ര കെട്ടിമറിയുന്നത് എന്തിനാണ്? അദ്ദേഹം പറയാണ്, ഇബ്നു കസീർ റഹിമഹുല്ലാഹി വന്നിഹായിൽ 3-4 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ നിന്ന് സഹാബി ഖബറിൽ പോയില്ല. അവിടെ ഉണ്ടാകണ്ടെന്ന് പറയേണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന്, അത് പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ ഉദ്ധരിച്ചില്ലേ, സംഭവം ഉദ്ധരിച്ചില്ലേ? ആ സംഭവം ശിർക്കാണെന്ന് ഇബ്നു കസീർ എവിടെയെങ്കിലും പറഞ്ഞു? ആ സംഭവം ശിർക്കാണ് എന്ന് ഇബ്നു കസീർ എവിടെയെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്, ഇതിന്റെ സനദ് റെഡിയില്ല, അതല്ലെങ്കിൽ ഈ സംഭവം ശരിയില്ല, ഇത് ശിർക്കാണ്, വിശ്വസിക്കരുത്, ഇതൊരു കെട്ടുകഥയാണ് എന്ന് പറഞ്ഞോ? അതാ നിങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയാണ്, ഇബ്നു കസീർ റഹിമഹുല്ലാഹി വന്നിഹായിൽ 3-4 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ നിന്ന് സഹാബി ഖബറിൽ പോയില്ല. സ്വഹാബി ഖബറിങ്ങ പോയി തന്നെ ഉള്ളത്. അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിഞ്ഞില്ല എന്ന് പറയാം, ലോകർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. 2 സംഭവമുണ്ട്. ഒന്ന്, ഒരാൾ നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഇങ്ങനെ പറയുന്നു, അത് സംഭവം. മറ്റൊന്ന്, ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ക്ഷാമകാലത്ത് പട്ടിണി കിടക്കുമ്പോൾ വീട്ടുകാർ പറഞ്ഞ് നമ്മളെ ഏതായാലും ആടിനിറക്കുക, വല്ലാത്ത പട്ടിണി കഴിക്കാൻ ഒന്നുമില്ല. 6 മാസം നീണ്ടു നിന്ന ക്ഷാമമായിരുന്നു. ഉമർ ഖത്താബിന്റെ ഭരണകാലത്താണ്. ഉമർ ഖത്താബ് എല്ലാ പ്രദേശങ്ങളിലേക്കും കത്തയച്ചു, മദീനക്കാരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവിടുന്നൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ വന്നു, അതൊന്നും മതിയാകുന്നില്ല. ഉമർ ഖത്താബ് ബൈത്തുൽ മാലിൽ നിന്ന് ഭരണാധികാരിക്ക് ഖലീഫയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ മെനു പോലും ഉമർ ഖത്താബ് വെട്ടിച്ചുരുക്കി. ഉണക്കറൊട്ടി മാത്രമാക്കി മാറ്റി ഖലീഫന്റെ ഫുഡ്. എന്നിട്ട് ഉമർ ഖത്താബിന്റെ മുഖമൊക്കെ ആകെ നിറം മാറിയിരുന്നുവെന്നൊക്കെ ഇബ്നു കസീർ റഹിമഹുല്ലാഹി രേഖപ്പെടുത്തുന്നുണ്ട്. 6 മാസം നീണ്ടു നിന്ന ശക്തമായ വരൾച്ച. അതൊരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അതിലാണ് ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നി എന്ന സഹാബിയോട് പൊരക്കാർ പറയാം, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പട്ടിണി സഹിക്കാൻ പറ്റുന്നില്ല, കഴിക്കാൻ വീട്ടിലൊന്നുമില്ല, നമ്മുടെ ആടുണ്ടല്ലോ അതിനോട് അറക്കല്ല, എന്താ കാട്ട്, അത് തിന്ന് നമ്മൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അർത്ഥത്തിനൊരു കാര്യമില്ല, അതിന് ഇറച്ചില്ല, ഒന്നുമില്ല, ആകെ എല്ലും തോലും ആയിട്ടുണ്ട്, അർത്ഥ എന്ത് കിട്ടാനാ? അലഹു അലൈഹി, കുടുംബങ്ങൾ കീർത്തിച്ചു. പക്ഷേ അർത്ഥം ഒന്നുമില്ല, ഒരു എല്ലും ഇങ്ങനെ ചോര പറ്റിയൊരു ഒരു നിറം മാത്രം, വേറെ ഒന്നുമില്ല. അന്ന് അദ്ദേഹം രാത്രി നബിയെ സ്വപ്നം കണ്ടു എന്നാണ് പിന്നെ കഥ പറഞ്ഞത്. ഇത് രണ്ട് സംഭവം അല്ല മൗലവി, ഇത് രണ്ടും ഒരു സംഭവത്തിലുള്ളതാണ്. ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ പോയതും ഒരു സംഭവം, ആ സംഭവത്തെ തുടർന്ന് തന്നെ സ്വപ്നത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്നതും ഒരു സംഭവം. ഒരേ സംഭവത്തിലെ 2 ഘട്ടങ്ങളാണ്. അപ്പൊ ഖബറിൽ പോയത് വേറെ, സ്വപ്നം കണ്ടത് വേറെ. അല്ലാന്ന് വേറെ അല്ലാന്ന്. ഖബറിൽ പോയത് ഒന്ന്, സ്വപ്നം കണ്ടത് ഒന്ന്. അതായത് ഒരേ സംഭവം, ഒരേ സംഭവത്തിലുള്ള 2 ഘട്ടങ്ങൾ. ഇത് രണ്ടും 2 സംഭവമല്ല. ഇവരെന്താക്കി, രണ്ടും ഒന്നര ഏച്ചൂട്ടി. ആരും ഏച്ചുട്ടിയിട്ടില്ല. ചരിത്രത്തിലുള്ളത് ഹദീസിലുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് മഹാന്മാർ ഉദ്ധരിച്ച ഹദീസ് നമ്മൾ വായിച്ചല്ലോ. അതിൽ പോയ സംഭവം വേറെ, പിന്നെ സ്വപ്നം കണ്ട സംഭവം വേറെ ആയിട്ടാണോ അവർ ഉദ്ധരിച്ചത്? ഏതെങ്കിലും ഇമാമികൾ ഉദ്ധരിച്ച്? ആരുമല്ല. ഇയാൾ വെറുതെ പച്ച നുണ പറയാം. ഈ സംഭവം എങ്ങനെയെങ്കിലും ഒക്കെ തള്ളണം, അതിനെന്ത് വേണം, അത് 2 സംഭവമാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു പുകമറ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെന്തൊക്കെ ഉണ്ടെന്ന് വന്നുപോയി. അപ്പൊ മുന്നിലിരിക്കുന്ന ഈ പാവം ജിന്ന് മനസ്സ് അടിച്ചേൽപ്പിക്കപ്പെട്ട സാധുക്കൾ, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അവർ ഈ ഇദ്ദേഹത്തിന്റെ പൊട്ടത്തരം കേൾക്കാനും ഉൾക്കൊള്ളാനും വിധിക്കപ്പെട്ട സാധുക്കളാണ്. അവർക്കൊരു സമാധാനവും അങ്ങനെയൊക്കെ ഉണ്ട്, നമ്മളെ മൗലവി പറയുമ്പോൾ അങ്ങനെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി പിരിഞ്ഞു പോകാം എന്ന നിലക്ക് പറയുന്നതാണ്. ഇത് 2 സംഭവമായി ഈ സംഭവം രേഖപ്പെടുത്തിയ ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് നിങ്ങൾ ഈ പറയുന്നത്. അപ്പൊ ഖബറിൽ പോയത് വേറെ, സ്വപ്നം കണ്ടത് വേറെ. ഇവരെന്താക്കി, രണ്ടും ഒന്നര ഏച്ചൂട്ടി. ഒരാൾ നബിയുടെ ഖബറിൽ വന്നു എന്ന് പറയുന്നുണ്ട്.
അയാൾ നബിയെ സ്വപ്നം കണ്ടത് അപ്പുറത്തുണ്ട്. അപ്പൊ രണ്ടും കൂടാണ്ട് കട്ട് ആൻഡ് പേസ്റ്റ്. അപ്പൊ എന്തായി? ഖബറിങ്ങ പോയ ആൾ സ്വപ്നം കണ്ടുതായി. അല്ല മൗലവി, ഖബറിങ്ങ പോയ ആള് തന്നെയാണ് സ്വപ്നം കണ്ടത്. അത് നിങ്ങൾക്ക് തിരിയാതെ പോയി. നിങ്ങൾക്ക് തിരിയാതെ പോയത് എന്തുകൊണ്ട്? നിങ്ങൾ കിതാബ് ഓതി പഠിച്ചില്ല. ഒന്നുകിൽ കിതാബ് ഓതി പഠിച്ചില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടും നിങ്ങൾ തിരിയാത്തതുപോലെ അഭിനയിക്കും. ഈ സംഭവം ഉദ്ധരിച്ച ഒരു റിവായത്ത് നമ്മൾ വായിച്ചു. ഇതേ സംഭവം ഫതുഹുൽ ബാരിയിൽ മഹാനായ ഇമാം ഖസ്സലാനി മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി അവിടുത്തെ ഫതുഹുൽ ബാരിയിൽ കൊണ്ടുവരുമ്പോൾ റവബിനു അബി ശൈബ ബി ഇസ്നാദിൻ സ്വഹീഹിൻ മിൻ റിവായത്തി അബി സ്വാലിഹിൻ സമ്മാൻ അൻ മാലിക് ദാരി വകാന ഖാസിന ഉമർ അസ്വാബ الناس ഖഹ്തുൻ ഫീ സമനി ഉമർ. സനദ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് വലിയ ക്ഷാമം നേരിട്ടു. ഫജാഅ റജുലുൻ ഇലാ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു റജുൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. فقال يا رسول الله استسقي لأمتك فإنهم قد هلكوا. അവിടെ വെച്ചിട്ട് അദ്ദേഹം സങ്കടത്തോടുകൂടെ പറയുന്നു, ഹബീബരായ നബിയെ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴയെത്താടണം, അവർ നാശത്തിന്റെ വക്കിലാണ്. അവിടെ വെച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തുകയാണ്. ആ വ്യക്തിയിലേക്ക് സ്വപ്നത്തിൽ ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരപ്പെടുകയാണ്. എന്താ ഫൈസൽ മൗലവി ഇതിനർത്ഥം വെക്കേണ്ടത്? എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ട സംഭവം ഒന്ന് വേറെ, ഖബറിങ്ങ പോയ സംഭവം ഒന്ന് വേറെ. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ കിതാബ് ഓതി പഠിച്ചിട്ടില്ല. ജാഅ റജുലുൻ എന്ന് പറഞ്ഞ റജുലിനെ കുറിച്ചല്ലേ ഫൗതിയ റജുലു എന്ന് പറഞ്ഞത്. അത് തിരിയണമെന്നുണ്ടെങ്കിൽ നഹ്വ് ഒന്ന് പഠിച്ചാൽ പോരാ മൗലവി. അതിന് കുറേ കിതാബ് നമ്മൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തുടക്കം മുതൽ പഠിക്കുന്ന ഒരു നഹ്വിന്റെ ഗ്രന്ഥങ്ങൾ ചുരുങ്ങിയതൊരു അൽഫിയ പഠിച്ചൂടെ? അല്ല അൽ ഹർഫു തഅരീഫിൻ അവില്ലാമു ഫഖത് ഫനാമതുൻ അർഫത ഖുൽ ഫീഹിൻ നമത്. അൽഫിയോ അല്ലെങ്കിൽ അൽഫിയ പഠിക്കാൻ തോഫിക്കില്ലെങ്കിൽ അതിന് തത്തുല്യമായ ഏതെങ്കിലും ഒരു നഹ്വിന്റെ ഗ്രന്ഥം പഠിച്ചുകൂടെ? അതിനില്ലേ ദിക്രിയായ ഹദിന്റെ അല്ല് ഫീ സുജാജത്തിൻ അസ്സുജാജ എന്ന് പറഞ്ഞെടുത്ത് അസ്സുജാജയിലുള്ള അല്ലേതാണ് മൗലവി? നിങ്ങൾ ഫീ സുജാജത്തിൻ അസ്സുജാജ എന്നുള്ളതിന് എങ്ങനെയൊക്കെ ഖുർആൻ ക്ലാസ് എടുക്കുക? അത് ആദ്യം പറഞ്ഞ സുജാജത്തല്ല, രണ്ടാമത് പറഞ്ഞ സുജാജത്ത്. കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല, കിതാബ് ഓതി പഠിച്ചില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ പരിഹസിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അബദ്ധം പറയേണ്ടി വരുന്നത്. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് പഠിച്ചില്ല. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ 2000-ന് മുമ്പ് ദർസിൽ പഠിക്കുന്ന കാലത്ത് ഈ നല്ല ഒരു റൂട്ടിൽ നിൽക്കുമ്പോൾ കിതാബ് ഓതി പഠിച്ചു ഉഷാറാവേണ്ട കാലത്ത് നിങ്ങൾ വഹാബിസത്തിലേക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിയാതെ പോയത് നിഷേധിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തിന് അത് തിരിഞ്ഞിട്ടില്ല, ഇമാമിങ്ങളത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോകരുത്. ആ ഖബറിൽ വന്ന അതേ വ്യക്തിയിലേക്ക് സ്വപ്നത്തിൽ ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. എന്നിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ സ്വപ്നം കണ്ടതും അതുപോലെ തന്നെ ഖബറിൽ പോയതും രണ്ടല്ല. അപ്പൊ സ്വപ്നത്തിൽ നബി വന്നു, പറഞ്ഞു മഴ കിട്ടുമെന്ന് പറഞ്ഞു. ഉമർ ചെല്ലുക, സന്തോഷ വാർത്ത അറിയിക്കുക, എന്റെ സലാം പറയുക. അപ്പൊ കിട്ടിയ തെളിവ് കിട്ടി, യാതൊരു തർക്കമല്ല. തെളിവ് കിട്ടി, യാതൊരു സംശയമല്ല. എന്തായാലും സംശയം? ഇത് തെളിവ് കിട്ടാൻ ഇതൊക്കെ നിരാക്ഷേപം ചെയ്തു വന്നതല്ലേ? ഇത് ചരിത്രത്തിന്റെ ഏടുകളിൽ കാണപ്പെടുന്നു. ആരാ എന്താ ഏതാ ഒന്നുമില്ല ഉണ്ട്. ആരാന്നുണ്ട്? അത് ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി എന്ന് പറയുന്ന സ്വഹാബി വര്യനാണ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അതാണ് ഇങ്ങനെ ഏച്ചുകൂട്ടി എങ്ങനെയൊക്കെയോ തെളിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരേച്ചുകൂട്ടരില്ല. ഏച്ചുകൂട്ടി എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നഹ്വ് പഠിക്കാത്തത് കൊണ്ടാണ്. ഒരു ഇമാമും അവർ ഈ സംഭവം ഉദ്ധരിച്ചെടുത്ത് ഈ രണ്ട് സംഭവത്തെ രണ്ടായി ഉദ്ധരിച്ചിട്ടില്ല. അവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബി നബി തങ്ങളുടെ ഖബറിങ്ങളിൽ ചെന്നു എന്ന് പറയുന്ന ഒരൊറ്റ റിപ്പോർട്ടും ഇല്ല. ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിങ്ങളിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന റിപ്പോർട്ടില്ല. ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു ആണ് ഖബറിൽ ചെന്നത് എന്ന് ചരിത്രം വിശദീകരിക്കേണ്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലേ വേണ്ടത്. ഈ റജുൽ ആരാണ് എന്ന് വിശദീകരിക്കേണ്ടത് ആരാ? താരീഖ് അറിയുന്നവരാണ്, അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഉള്ളടക്കെന്താ? ഒരു റജുൽ വന്നു എന്നാണ്. ആ റജുൽ ബിലാൽ ഇബ്നു ഹാരിസ് ആണോ? അങ്ങനെ റിപ്പോർട്ടിൽ എവിടെയും ഇല്ല. അതാണ് ഒരു പോയിന്റ്. അതാണ് ഒരു പൊട്ടത്തരം. പോയിന്റ് അല്ല, അത് പൊട്ടത്തരാണ്. ഇമാമിയങ്ങൾ പറഞ്ഞത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് ഉണ്ടായില്ല. അപ്പൊ ഒന്ന്, ജാഅ റജുൽ എന്നാണ് പറഞ്ഞത്, അവിടെ ബിലാലിന്റെ പേരില്ല. ജാഅ റജുലുൻ എന്ന് പറഞ്ഞിടത്ത് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു ആണെന്ന് ഫത്ഹുൽ ബാരിയിലടക്കം ഗ്രന്ഥങ്ങളിൽ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2, ബിലാലിന്റെ പേര് പറഞ്ഞിടത്തൊന്നും ഖബറിൽ പോയ കാര്യവുമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവവും ഖബറിൽ പോയ സംഭവവും ഒന്നാണ്. ഫഉതിയർ റജുലു. പിന്നെയോ മൂന്നാമത് വെപ്പിക്കേണ്ടത് ഈ ആൾ തന്നെയാണ് ആരാണ് എന്ന് കിതാബിലുണ്ട്. അതെ, കിതാബിലുണ്ട്. അതുള്ളത് കിതാബുകളിലാണ്, ഇമാമികൾ രേഖപ്പെടുത്തിയതാണ്. അതെവിടെയുള്ളത്?
സൈഫ് എന്ന് പറയുന്ന സൈഫ് ഇബ്നു അഹ്മദ് റബ്ബി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ അൽ ഫുതൂഹ് വൽ ജിദ്ദ എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ആ ആൾ തന്നെയാണ്. തീർച്ചയായും അവരുടെ ഗ്രന്ഥത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ രേഖപ്പെടുത്തിയതിനെ ഫത്ഹുൽ ബാരി അടക്കമുള്ള ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സൈഫോ മുത്തഹമും ബിസന്ദഖ, നിരീശ്വരവാദിയാണ് എന്നുവരെ വിമർശനം അക്കാലത്ത് ഉന്നയിക്കപ്പെട്ട ആളാണ് ഇദ്ദേഹം. വഹാബിസത്തിനെതിരായിട്ട് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ അരിക്കാക്കാന്നുള്ളതാണല്ലോ നിങ്ങളെ ഗവേഷണം. മൗലവി സൈഫ് എന്നവരുടെ ഉദ്ധരണി എന്തിനാ കൊണ്ടുവന്നത്? ഈ വന്ന ആള് ആരാണ് എന്ന് വ്യക്താക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് പറയാനുള്ള ആധികാരികത അവർക്കുണ്ടോന്നല്ലേ നോക്കേണ്ടത്. എന്റെ ഇമാമിങ്ങൾ സൈഫ് എന്നവരെ കുറിച്ച് പറഞ്ഞത് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഖ്രീബുൽ തഹ്ദീബിൽ രേഖപ്പെടുത്തി. അവര് ഉംദത്തുൻ ഫിത് താരീഖ്, താരീഖിന്റെ കാര്യത്തിൽ, ചരിത്രം പറയുന്ന വിഷയത്തിൽ അവർ അവലംബമാണ്. നിങ്ങളുടെ ദഹബി പോലും അദ്ദേഹത്തിന്റെ മീസാനുൽ ഇഅ്തിദാലിൽ കാന അഖ്ബാരിയൻ ആരിഫൻ, അദ്ദേഹം നല്ല ചരിത്രകാരനാണ്, ആരിഫാണ്, അറിവുള്ളവനാണ് എന്ന് രേഖപ്പെടുത്തി. ഇത്ര പോരെ, പിന്നെ അവരെ ഉത്തുഹിമ ബി സന്ദഖ, സന്ദഖ കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം ആക്ഷേപം ആരെ കുറിച്ച് വന്നിട്ടുണ്ട്? അതെല്ലാം ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഖ്രീബിൽ രേഖപ്പെടുത്തിയില്ലേ? അഫ്ഹശ ഇബ്നു ഹിബ്ബാൻ അൽ ഖൗല ഫീഹി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് മോശമായി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലേ? അത് നിങ്ങൾ മറച്ചു വെച്ചതല്ലേ? അപ്പൊ താരീഖ് പറയാൻ ആര് യോഗ്യനാണ്? സൈഫ് എന്നവർ യോഗ്യരാണ്. അതുകൊണ്ട് തന്നെ താരീഖ് ഉദ്ധരിക്കുന്നിടത്ത് ഇമാമികൾ നിരാക്ഷേപം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ത്വബരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അവരുടെ താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ താരീഖ് പറയുന്നിടത്ത് നിരാക്ഷേപം ഉദ്ധരിച്ചവരാണ് സൈഫ് എന്നവർ. അദ്ദേഹത്തിന്റെ കിതാബിൽ ഉണ്ട് പറഞ്ഞത് ഈ പോയാള് ബിലാലാകുന്നു. അവിടെ പോയാൾ ബിലാലാന്നില്ല, സ്വപ്നം കണ്ടാൽ ബിലാലാന്നേ ഉള്ളൂ. സ്വപ്നം കണ്ടാണ് ബിലാലാണ് എന്നേ ഉള്ളൂ. പോയാള് ബിലാലാന്നില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ പൊട്ടത്തരാണ്. ഞാൻ പറഞ്ഞ നെഹവ് പഠിച്ചാത്തോണ്ടാണ്. കാരണം പോയ ആളും സ്വപ്നം കണ്ട ആളും ഒന്നാണെന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ അതിന് നെഹവ് ഓതി പഠിക്കണമെന്ന്. അല്ലിനെ കുറിച്ച് പഠിക്കണം, ദിക്രിയായ അഹദിന്റെ അല്ലിനെ കുറിച്ച് പഠിക്കണം. അത് പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ തന്നെ പോയ ആളുടെ അരികിലേക്ക് തന്നെയാണ് ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് എന്നുള്ള റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയില്ലേ? നിങ്ങൾ അതൊന്നും നോക്കിയാൽ പോരെ, നെഹവ് ഏതായാലും നിങ്ങൾ പഠിച്ചില്ല. جاء رجل الى قبر النبي صلى الله عليه وسلم فقال يا رسول الله استسقي لامتك فانهم قد هلكوا فاتاه رسول الله صلى الله عليه وسلم. നഹവ് ഏതായാലും ഓതി പഠിച്ചില്ല, എന്നാൽ ഈ റിവായത്തെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? ഫഅതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ വ്യക്തിയിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അപ്പൊ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കണ്ട വ്യക്തിയും ഖബറിൽ പോയി സഹായം തേടിയ വ്യക്തിയും ഒന്നാണ്. അത് തിരിയാത്തത് നിങ്ങൾക്ക് മാത്രമാണ്. സ്വപ്നം കണ്ടാൽ ബിലാലാണ് എന്നേ ഉള്ളൂ, അല്ല ഖബറിൽ പോയാൽ ബിലാലാണ് എന്നവിടെയില്ല. പിന്നെ ഇപ്പൊ തട്ടിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അല്ലാഹുവിന്റെ സഹീഹിൽ ഇമാം സുഖാരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോയാൽ ബിലാലാകുന്നു. അവിടെ മാത്രല്ലാന്ന് കിതാബ് നോക്കുന്നവർക്കൊക്കെ തിരിയും. അത് നിങ്ങൾക്ക് തിരിയാതെ പോയത് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ നെഹ്വു പഠിച്ചില്ല, അതുകൊണ്ട് വന്ന അബദ്ധമാണ് നിങ്ങൾക്കത്. പോയ ആളും സ്വപ്നം കണ്ട ആളും ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ ഹുവ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി അഹദു സ്വഹാബ, സ്വഹാബികളിൽ പ്രമുഖരായ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു ആണ് ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടത് എന്ന് മഹാനവറുകൾ ഫത്ഹുൽ ബാരിയിൽ സൈഫ് എന്നവരെ ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. എന്തിനാ ഈ റിവായത്ത് കൊണ്ടുവരുന്നത്? ഈ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ബാബു സുആലിൻ നാസി അൽ ഇമാം അൽ ഇസ്തിസ്ഖാ ഇദാ ഖുഹിതു എന്ന് പറഞ്ഞ ആ അധ്യായവുമായിട്ട് ആ അധ്യായത്തിൽ കൊണ്ടുവരപ്പെട്ട ഹദീസുകളുടെ ബന്ധം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന റിവായത്താണിത്. ഇത് എന്തെങ്കിലും ഉദ്ധരിച്ചു പോയതല്ല. ഈ റിവായത്തിന് അവർ കൊണ്ടുവന്നത് തന്നെ ആ ബാബുമായിട്ടുള്ള ഹദീസിന്റെ ബന്ധം വിശദീകരിക്കുക എന്നുള്ള ഒരു മുഖ്യമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവം കള്ളക്കഥയാകുമെന്നോ? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കള്ളക്കഥ അവരുടെ ഗ്രന്ഥത്തിൽ പ്രചരിപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറയുകയാണ്. ഒരിക്കലും തന്നെ അതില്ല.